each one of you gathered here today. As the golden sun rises over our beloved nation, we assemble with hearts full of pride and souls filled with gratitude to commemorate the 80th Independence Day of our great motherland. This historic day is a living testament to the heroic saga of our freedom fighters, their valor, their vision and their supreme sacrifice that paved the path to the liberty we so effortlessly enjoy today. As we bask in the glory of our hard-won freedom, let us pause to remember those who gave their today for our tomorrow. Let us renew our solemn vow to protect the sovereignty, integrity and unity of our nation and to carry forward the torch of democracy with honor and dedication. We are truly privileged to have with us on this auspicious occasion our esteemed dignitaries, Honorable Justice Sunil Thomas, Judicial Member and HOD, Central Administrative Tribunal, Honorable Justice K. Haripal, Judicial Member, Central Administrative Tribunal, Advocate Rekha Vasudevan, President of the CAT Advocates Association, and Advocate M. N. Mangalan, Senior Central Government Planning Council, CAP, and Honorable Ms. V. Rama Matic, Administrative Member, Central Administrative Tribunal. I now invite the students of PM Shri Kendriya Vidyalaya to render Vande Mataram. By the President of the CAP Bar Association, Advocate Rekha Vasudevan. I kindly request everyone to rise and join us in the flag hoisting and the national anthem. I invite our dignitaries to kindly proceed to the flag march.
I request everyone to kindly take your seats. Bharat Association President Sri Rekha Vasu, Srimati Rekha Vasudevan, SCGSC Sri M.N. Manmadan, സദസ്സിലുള്ള എൻ്റെ പ്രിയങ്കരായ സീനിയർ അഭിഭാഷകരെ, ശ്രീമതി ശാലീന, മിസ്റ്റർ രശ്മി CJM, മറ്റു വിശിഷ്ടാതിഥികളെ, സഹോദരീ സഹോദരന്മാരെ, എല്ലാവർക്കും ഭാരതത്തിൻ്റെ 80ാമത് സ്വാതന്ത്ര്യദിനത്തിൻ്റെ ആശംസകൾ. ഇന്ന് നമ്മൾ ഭാരതത്തിന് സ്വാതന്ത്ര്യം കിട്ടിയിട്ട് 79 വർഷം തികയാണ്. 80ാമത്തെ സ്വാതന്ത്ര്യ ദിനമാണ് നമ്മൾ ആചരിക്കുന്നത്. കഴിഞ്ഞ എൻ്റെ ഒരു പ്രസംഗത്തിൽ ഞാൻ പറയുകയുണ്ടായി, എല്ലാ സ്വാതന്ത്ര്യ ദിനത്തിലും റിപ്പബ്ലിക് ഡേക്കും നമ്മൾ കേൾക്കുന്ന സ്ഥിരമായ ഒരു സന്ദേശമുണ്ട്. ഭാരതത്തിൻ്റെ ഐക്യവും അഖണ്ഡതയും മതനിരപേക്ഷതയും നമ്മളെല്ലാം കാത്തു സൂക്ഷിക്കും, അതിനുവേണ്ടി നമ്മൾ ജീവാർപ്പണം ചെയ്യുമെന്ന് പറഞ്ഞ് അങ്ങനെ അതൊരു ക്ലീഷയായി മാറി എന്ന് ഞാൻ പറയുകയും അത് അന്നത്തെ വാർഷിക പ്രസിഡന്റ് ശ്രീ ഹരിരാജൻ ഏറ്റുപിടിക്കുകയും ചെയ്ത് എനിക്കിപ്പോൾ ഓർമ്മയുണ്ട്. ഞാനത് പറയുന്നതിനൊരു കാരണമുണ്ടായിരുന്നു. കാരണം നമ്മൾ ഈ 79 വർഷത്തെ കാലഘട്ടത്തിനിടയിൽ ഇന്ത്യ കടന്നു പോകുന്ന നിരവധി പ്രശ്നങ്ങളുണ്ട്. സ്വാതന്ത്ര്യത്തോടൊപ്പം തന്നെ ഇന്ത്യ വിഭജിക്കപ്പെടുകയും മതത്തിൻ്റെ അടിസ്ഥാനത്തിലുണ്ടായ വർഗീയ സംഘർഷങ്ങളെല്ലാം നമ്മൾ കടന്നു വന്നു. 3 പ്രാവശ്യം നമ്മൾ മറ്റുള്ള ഔട്ട്സൈഡ് രാജ്യങ്ങളുമായിട്ട് യുദ്ധത്തിൽ ഏർപ്പെടേണ്ടി വന്നു. അതിനുശേഷം ഇൻറ്റേർണലായിട്ടുള്ള കുറച്ചധികം പ്രശ്നങ്ങളുണ്ടായി. അവസാനം നമ്മൾ 89 വർഷം മുഴുപ്പിച്ച് 80 വർഷം 50ാമത്തെ ബർത്ത്ഡേ ആഘോഷിക്കുമ്പോൾ ഏകദേശം ഇന്ത്യ പുരോഗമനത്തിൻ്റെ പാതയിലേക്ക് വരികയും അതോടൊപ്പം തന്നെ ഈ പറഞ്ഞ ജാതിയുടെയോ മതത്തിൻ്റെയോ അടിസ്ഥാനത്തിലുള്ള അകത്തു നിന്നുള്ള പ്രശ്നങ്ങളോ പുറത്തു നിന്നുള്ള പ്രശ്നങ്ങളോ പകുതിയിലധികം പരിഹരിക്കപ്പെടുകയും ഒരു സാമ്പത്തിക ഉന്നമനത്തിനുള്ള ഒരു ലക്ഷ്യത്തിലേക്ക് നമ്മൾ മുന്നേറുകയും ചെയ്യുകയാണ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ അന്ന് പറഞ്ഞത്, ആ ഒരു വാചകം ഒരുപക്ഷെ ക്ലീഷയായി മാറിക്കൊണ്ടിരിക്കുന്നു എന്ന് ഞാൻ പറഞ്ഞതിനർത്ഥം ഇന്ത്യ പുരോഗമനത്തിൻ്റെ പാതയിൽ തന്നെയാണ്. പുരോഗമനത്തിൻ്റെ പാതയിലേക്ക് നമ്മൾ നയിക്കപ്പെടുകയാണ്. ഇൻഫ്രാസ്ട്രക്ചർ പ്രകാരം എല്ലാം കൊണ്ടും പുരോഗമനത്തിലുള്ള എല്ലാ ലക്ഷ്യങ്ങളും നമ്മൾ കാണുന്നുണ്ട്. വളരെ ഒരു 10-15 വർഷമായിട്ട് നമ്മളത് കാണുന്നുണ്ട്. സാമ്പത്തികമായിട്ടും സ്ഥിരതയുണ്ട് ഇന്ത്യക്ക്. മറ്റ് രാജ്യങ്ങളിൽ എല്ലായിടത്തും സാമ്പത്തിക മാന്ദ്യം ഉണ്ടായപ്പോൾ പോലും ഇന്ത്യക്ക് അത് പിടിച്ചു നിൽക്കാൻ സാധിച്ചിട്ടുണ്ട്. പുറത്തുനിന്നുള്ള ശക്തികൾ മറ്റു രാജ്യങ്ങൾ നമ്മളെ ഇന്ത്യ ആക്രമിക്കുന്നതിനുള്ള യാതൊരു സാധ്യതയും നമ്മൾ അടുത്തെങ്കിലും കാണുന്നില്ല. അത്ര രീതിയിലുള്ള സൈനിക ശക്തി നമുക്കുണ്ട്. അതോടൊപ്പം തന്നെ നമ്മൾ ലോകത്തിലെ ഏറ്റവും വലിയ ആളുകൾ താമസിക്കുന്ന പോപ്പുലേഷൻ വൈസ് രാജ്യമായി മാറുകയും ചെയ്തു. ലോകത്തിലെ ഏറ്റവും അധികം ആളുകൾ ജീവിക്കുന്ന ഭൂവിഭാഗം എന്ന് പറയുന്നത് നമ്മളുടെ ഇന്ത്യയാണ്. ഈ വർഷത്തെ നമ്മളുടെ സ്വാതന്ത്ര്യദിനത്തിൻ്റെ മോട്ടോവായിട്ട് പറഞ്ഞിരിക്കുന്നത്, അല്ലെങ്കിൽ ക്യാച്ചി വേർഡായിട്ട് പറയുന്നത്, വികസിത ഭാരതം 2046 വേണ്ടി യുവശക്തികളെ ഒരുക്കുക എന്നുള്ളതാണ്. കാരണം നമ്മൾ ആരും മനസ്സിലാക്കാത്തൊരു വലിയൊരു പൊട്ടൻഷ്യൽ സാധ്യത ഒരുപക്ഷെ നമ്മൾ മനസ്സിലാക്കിയത് അടുത്തിടയ്ക്കാണ്. ഇന്ത്യയുടെ 147 കോടി ജനങ്ങളിൽ 67% ആളുകളെന്ന് പറയുന്ന 35 വയസ്സിന് താഴെ മാത്രമുള്ളവരാണ്. ഇന്ത്യയുടെ ഭാവി നിശ്ചയിക്കേണ്ടത് അവരാണ്. അതിൽ തന്നെ 19 വയസ്സിനും 30 വയസ്സിനും ഇടയിലുള്ളത് 27%. അതുകൊണ്ടാണ് യുവജനങ്ങളുടെ ശക്തി എന്ന് പറയുന്നത് നമ്മൾ പ്രോപ്പറായിട്ട് ടാപ്പ് ചെയ്ത് കൊണ്ടുവരികയാണെങ്കിൽ അത് ഇന്ത്യക്ക് നൽകാവുന്ന, ഇന്ത്യയുടെ കരുത്തേകുന്ന സാമ്പത്തികവും മറ്റുമായ എല്ലാ പുരോഗമനത്തിനും സാമ്പത്തികമായി ഉണ്ടാകുന്ന അടിത്തറ നൽകാൻ പോകുന്നത് യുവശക്തിയെ പ്രോപ്പറായിട്ട് ടാപ്പ് ചെയ്താൽ മാത്രമാണ്. നമ്മൾ കണ്ടു, ജാതിയുടെയും മതത്തിൻ്റെ അടിസ്ഥാനം ഒന്നുമില്ലാതെ യുവാക്കൾ കൂട്ടായ്മയിലൂടെ വന്ന് ഒരു സമരം നടത്തിയപ്പോഴുണ്ട്. അതിൻ്റെ രാഷ്ട്രീയപരവും മറ്റു കാര്യങ്ങളിലേക്ക് ഒന്നും ഞാൻ പോകുന്നില്ല.
അത് ശരിയായിരുന്നോ തെറ്റായിരുന്നോ, അതിലെങ്ങനെയാണ് മറ്റ് ശക്തികൾ കടന്നു പോകാൻ ശ്രമിച്ചതെന്നുള്ളതിനെ കുറിച്ചൊന്നും ഞാൻ പറയുന്നില്ല. അതിലൊരു കാര്യം മാത്രം ഞാൻ പ്രസക്തമായിട്ട് കാണുന്നു, വലിയൊരു പൊട്ടൻഷ്യൽ ഇന്ത്യയിലുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കാതിരുന്ന ഒരു കാര്യം ജനങ്ങൾക്ക് മനസ്സിലാക്കി കൊടുക്കാൻ സാധിച്ചു. നമ്മൾ പ്രോപ്പറായിട്ട് ടാപ്പ് ചെയ്യണമെങ്കിൽ, അത് മറ്റ് വഴികളിലേക്ക് തിരിഞ്ഞു പോകാതിരിക്കുകയാണെങ്കിൽ ഇന്ത്യക്ക് സാമ്പത്തികമായിട്ടും മറ്റ് മേഖലകളിലും എല്ലാം മുന്നേറാൻ ഇനിയും സാധിക്കും. ഞാൻ പറയുന്ന ആ യുവാക്കളെല്ലാം സമരം ചെയ്ത് ഒരിക്കലും ജാതിയുടെയോ മതത്തിൻ്റെയോ ദേശത്തിൻ്റെയോ അടിസ്ഥാനത്തിലായിരുന്നില്ല. ഞാൻ ഒരിക്കൽ കൂടി പറയാം, അതിൻ്റെ സാങ്കത്യത്തെക്കുറിച്ചല്ല ഞാൻ പറയുന്നത്. അത് കൺവേ ചെയ്തൊരു മെസ്സേജുണ്ട്. ഒരുപക്ഷെ അത് തന്നെയാണ് നമ്മളുടെ ഈ വർഷത്തെ സ്വാതന്ത്ര്യദിനത്തിൻ്റെ മോട്ടോവായിട്ട് നമ്മൾ എടുക്കാനും കാരണം. വികസിത ഭാരതം എന്ന് 2047 നമ്മളൊരു ഔട്ടർ ലൈൻ ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ അതിലേക്ക് നടന്നടങ്ങുന്നവരുള്ള എല്ലാ പാരഫെർണയിലെയും നമ്മൾ തയ്യാറാക്കി കഴിഞ്ഞാൽ, യുവാക്കളെ കൂടി ഉത്ബോധിപ്പിച്ചു കഴിഞ്ഞാൽ, ഉത്തേജിപ്പിച്ചു കഴിഞ്ഞാൽ നമുക്ക് വികസിത ഭാരതം 2046 സാധ്യമാകും. അതിനുള്ള എല്ലാ ആശംസകളും ഞാൻ നേരുന്നു. നമുക്കെല്ലാവർക്കും അതിനുവേണ്ടി ശ്രമിക്കുകയും ചെയ്യാം എന്ന് ആശംസിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഞാൻ തീർക്കുന്നു. നിങ്ങൾക്കെല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാതന്ത്ര്യദിനത്തിൻ്റെ ആശംസകൾ. നന്ദി, നമസ്കാരം. ജയ് ഹിന്ദ്. Thank you so much, sir, for your inspiring and thought-provoking address. Honoring this momentous occasion, we now invite Advocate Rekha Vasudevan, President of our CAT Advocates Association, to share her valuable advice. A very warm welcome to you, ma'am. A warm wish to all of you. Honorable HOD Justice Sunil Thomas sir, Judicial Member Justice Haripal sir, Administrative Member Rema Matthew madam, CJ Rashmi madam, she's sitting somewhere back there, respected seniors and other staff, and my dear friends. Today, as we also a flag celebrating the 80th Independence Day, we gather not just to celebrate the anniversary of our nation's freedom, but to honor the ideals upon which this freedom was built: justice, liberty, equality, and fraternity. Quote, liberty cannot be divorced from equality, and equality cannot be divorced from liberty. Nor can liberty and equality be divorced from fraternity. Without equality, liberty would produce supremacy of few over the many. Equality without liberty would kill the individual initiative. Unquote. This is the profound and famous quote of Dr. B.R. Ambedkar delivered to the Constituent Assembly. For us in the legal fraternity, Independence Day holds a unique and profound significance. The story of our independence is inseparable from the story of we, the lawyers. The forefathers of our freedom fighters, many of them were from our legal fraternity: Mahatma Gandhi, Pandit Jawaharlal Nehru, Sardar Vallabhbhai Patel, Dr. B.R. Ambedkar, and so on. They understood that true liberation from the colonial rule could not be achieved merely by replacing one set of rulers by others. It required a foundation built on rule of law, which every individual, regardless of status, enjoys equal rights and protection. They couldn't just win us political freedom. They in fact framed us a constitution that guarantees that freedom for generations to come. And within the boundaries of that constitution, we have proceeded to build our nation. And here we stand today, tall, with all the, as Sir said, all the younger generations with all its energy to lead our country. Freedom is not just a static destination. It is a continuous responsibility which I guess our younger generations would also understand and will also carry forward with them. Freedom is not something that gives you a weapon to attack others, but it is a weapon to build your nation in the manner it was dreamed or dreamt by our forefathers.
Let us use this day to renew our mutual pledge to uphold the dignity of the bench and the bar as a lawyer, to fight tirelessly for justice without fear or favor, and to strive continuously to make justice accessible, efficient, and affordable to all. May our devotion to the law remain strongest pillar of democracy. Thank you. Jai Hind. Thank you, ma'am, for your insightful words. I now invite the Senior Central Government Standing Counsel, Advocate M.N. Manmadan, to address this gathering. ബഹുമാനപ്പെട്ട HOD സാർ, ജസ്റ്റിസ് കരിവാൽ സാർ, ഓണറബിൾ അഡ്മിനിസ്ട്രേറ്റീവ് മെമ്പർ ശ്രീ രമാമാധി, അസോസിയേഷൻ പ്രസിഡന്റ് രേഖാവാസുദേവൻ, ജുഡീഷ്യൽ മെമ്പർ ലക്ഷ്മി, എൻ്റെ ഫ്രണ്ട് GP സലീം, ഡെപ്യൂട്ടി രജിസ്ട്രാർ, ഡെപ്യൂട്ടി സോളിസിറ്റർ ജനറൽ, സീനിയർ അഡ്വക്കേറ്റ് CAT സ്റ്റാഫ്, അഡ്വക്കേറ്റ് ക്ലർക്ക്, എല്ലാത്തിലും ഉപരി നമ്മുടെ എത്തിച്ചേർന്നിട്ടുള്ള നമ്മുടെ വിദ്യാർത്ഥിനികൾ, അവരുടെ വാസ്തവത്തിൽ ഈ സന്ദേശം കേൾക്കേണ്ടവർ നമ്മുടെ പുറകിലാണ് ഇരിക്കുന്നത്. അവരെ അനുഗമിച്ചെത്തിയിട്ടുള്ള അവരുടെ അധ്യാപകർ, സ്കൂളിലെ സ്റ്റാഫ്, എല്ലാവർക്കും സ്വാതന്ത്ര്യദിന ആശംസകൾ. സാർ പറഞ്ഞതുപോലെ 80 വർഷം സ്വാതന്ത്ര്യം ലഭിച്ചിട്ട് 80 വർഷം തികയ്ക്കാം. 47 നമുക്ക് വിദേശികളിൽ നിന്ന് സ്വദേശിയിലേക്ക് സ്വാതന്ത്ര്യം ലഭിക്കുകയാണ്. ഒരു 40 വർഷങ്ങൾക്ക് മുമ്പ് വിദ്യാഭ്യാസം ഇത്ര കണ്ട് സാർവത്രികമല്ലാതിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായി. അന്ന് പൗരന് പൗരാവകാശം എന്താണ് എന്ന് പോലും അറിയാത്ത ഒരു കാലഘട്ടം ഈ രാജ്യത്തുണ്ടായി. പൗരനെ പൗരാവകാശങ്ങളെ കുറിച്ച് പഠിപ്പിക്കുന്ന, അവരെ ബോധ്യപ്പെടുത്തുന്ന ഒരു കാലത്താണ്. പിന്നീട് നാം കണ്ടത് എല്ലാവരും പൗരാവകാശങ്ങളെ കുറിച്ച് ബോധവാന്മാരാവുകയും ഇതെന്റെ ഫണ്ടമെന്റൽ റൈറ്റ് ആണ് എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തുകയും ചെയ്യും. സ്കൂളിൽ പഠിക്കുന്ന നമ്മുടെ കൊച്ചുകുട്ടികൾ പോലും വീടുകളിൽ വന്നിട്ട് മുടി മുറിക്കട എന്ന് പറഞ്ഞാൽ അത് വളർത്തുക എന്നുള്ളത് എൻ്റെ ഫണ്ടമെന്റൽ റൈറ്റ് ആണ് എന്ന് എൻ്റെ മോൻ എന്നോട് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ അങ്ങനെ അവകാശം കുട്ടികളും വിട്ടിട്ടുണ്ടാവും, ഇവിടെ ഇരിക്കുന്ന മാതാപിതാക്കൾ അത് കേട്ടിട്ടുമുണ്ടാവും. പക്ഷെ പിന്നീട് ഈ അവകാശങ്ങളെക്കുറിച്ച് ബോധവാന്മാരായ ഒരു സമൂഹം ഈ അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടണമെന്നുണ്ടെങ്കിൽ അവർക്ക് രാഷ്ട്രത്തോടുള്ള, ഭരണഘടനയോടുള്ള ചുമതലകൾ കൂടി നിർവഹിക്കേണ്ടതുണ്ട്. അപ്പൊ അവകാശങ്ങളെ കുറിച്ച് ബോധ്യവാന്മാരായ സമൂഹത്തെ പിന്നീട് അവരുടെ ചുമതലകളെ കുറിച്ചുകൂടി ബോധവാന്മാരാക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായി. ഞാൻ ഈ തിയേറ്ററിൽ വന്നപ്പോഴത്തേക്ക് ശ്രദ്ധിച്ചിട്ടുള്ള ഒരു കാര്യം, നമ്മുടെ രണ്ടാം കോടതിയുടെ വിധിയിൽ ഭരണഘടനയുടെ ആമുഖം ആലേഖനം ചെയ്തു വെച്ചിട്ടുണ്ട്. ഒരുപക്ഷെ ഭരണഘടനയിലെ എല്ലാ അവകാശങ്ങളും കാച്ചി കുറുക്കി എഴുതിയിട്ടുള്ളതാണ് ഈ പ്രിയാമ്പിൾ. പക്ഷെ ആ പ്രിയാമ്പിൾ ലഭിക്കണമെന്നുണ്ടെങ്കിൽ, രണ്ടാം നിലയിലേക്ക് നിങ്ങൾക്ക് എത്തണമെന്നുണ്ടെങ്കിൽ ഈ ഗ്രൗണ്ട് ഫ്ലോറിലൂടെ മാത്രമേ കടന്നു പോകാൻ കഴിയുകയുള്ളൂ. ഗ്രൗണ്ട് ഫ്ലോറിന്റെ ഭിത്തിയിൽ ആർട്ടിക്കിൾ 51A ആലേഖനം ചെയ്തിട്ടുണ്ട്, ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ്. അതായത് ഓരോ പൗരനും അവരവരുടെ മൗലികമായ ചുമതലകൾ നിർവഹിച്ചെങ്കിൽ മാത്രമേ ഈ ഫണ്ടമെന്റൽ റൈറ്റ് പ്രൊട്ടക്ട് ചെയ്യപ്പെടുകയുള്ളൂ. ഇന്ന് പഴയ തലമുറയെ സംബന്ധിച്ചിടത്തോളം ഈ മൗലിക അവകാശം എന്ന് പറയുന്നത് ഭരണഘടനയുടെ പാർട്ട് 3 ആർട്ടിക്കിൾ 12 തുടങ്ങി 35 വരെ, അതിൽ തന്നെ 14 മുതൽ 21 വരെയുള്ള അനുച്ഛേദങ്ങളായിരുന്നു പ്രധാനമായിട്ട് ഫണ്ടമെന്റൽ റൈറ്റ് എന്ന് പറഞ്ഞിരുന്നത്. പക്ഷെ ഇന്നത്തെ തലമുറയെ സംബന്ധിച്ചിടത്തോളം അവരൊരൊറ്റ വാക്കിലാണ് ഈ മൗലിക അവകാശങ്ങളെ മുഴുവനും ക്രോഡീകരിച്ചിട്ടുള്ളത്: സ്വാതന്ത്ര്യം. എന്തു ചോദിച്ചാലും സ്വാതന്ത്ര്യം എന്ന് പറയുന്ന ഒരു സമൂഹം ഇന്ന് നമുക്കുണ്ട്, പ്രത്യേകിച്ച് യങ് ജനറേഷൻ. ഈ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് പരിധികളില്ലാതെ എന്തും എപ്പോഴും എങ്ങനെയും ചെയ്യുന്നതിനുള്ള ഒരു സ്വാതന്ത്ര്യം നമുക്കില്ല. അത് ഒരുപക്ഷെ ആ പരിമിതികൾക്കുള്ളിൽ ജീവിക്കുന്നവർക്ക് അത് ബോധ്യപ്പെടുകയില്ല. കാര്യം അവർ അങ്ങനെ ആണ് ജീവിച്ചു പോരുന്നത്. നാട്ടിലുണ്ടാക്കിയിട്ടുള്ള എല്ലാ നിയമങ്ങളും ഈ സ്വാതന്ത്ര്യത്തിനുള്ള പരിമിതികൾ നിശ്ചയിക്കപ്പെടുന്നതാണ്. മലയാളത്തിൽ പറയാറുണ്ട് ഒരു വ്യക്തിയുടെ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് മറ്റൊരു വ്യക്തിയുടെ മൂക്കിൻ തുമ്പ് വരെ ഉള്ളൂ എന്ന്.
ആ പ്രയോഗം ശരിയല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. നമുക്കൊരിക്കലും മറ്റൊരു വ്യക്തിയുടെ മൂക്കിൻ തുമ്പുവരെയൊന്നും സ്വാതന്ത്ര്യമില്ല. ആരെങ്കിലും ഒരാൾ നിങ്ങളുടെ മൂക്കിൻ്റെ തുമ്പുവരെയും പഞ്ച് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരുന്ന മൂക്കേൽ മുട്ടുന്നില്ലല്ലോ എന്ന് പറഞ്ഞാൽ അത് അംഗീകരിക്കാൻ കഴിയില്ല. ഒരു ബ്രിട്ടീഷ് ചിന്തകനായിട്ടുള്ള ജോൺ സ്റ്റുവർട്ട് മിൽ അദ്ദേഹം പറഞ്ഞിട്ടുള്ളതാണ് കുറേ കൂടി കറക്റ്റ് എന്നാണ് എനിക്ക് തോന്നുന്നത്. അദ്ദേഹം പറഞ്ഞത്, ഒരു വ്യക്തിയുടെ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് മറ്റൊരു വ്യക്തിയുടെ സ്വാതന്ത്ര്യം ആരംഭിക്കുന്നിടത്ത് അവസാനിക്കുന്നു. അതായത് ഭരണഘടനയിലെ സ്വാതന്ത്ര്യത്തിന് ചില പരിമിതികൾ നിശ്ചയിക്കപ്പെട്ടിട്ടുണ്ട്. എക്സ്പ്രസ് ആയിട്ട് അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. പക്ഷേ എങ്ങനെയാണ് ആ പരിമിതികൾ? ഭരണഘടനയിലെ മൗലിക അവകാശങ്ങൾ എന്ന് പറയുന്നത് ഈ രാജ്യത്തെ എല്ലാ പൗരന്മാർക്കും അവകാശപ്പെട്ടതാണ്. ഒരു പൗരനും മറ്റൊരു പൗരന്റെ അവകാശങ്ങളെ ലംഘിക്കുന്ന വിധത്തിൽ പ്രവർത്തിക്കാൻ പാടില്ല. നമ്മൾ സ്വാതന്ത്ര്യം വിനിയോഗിക്കേണ്ടത് ഈ പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ട് ആവണം. ഇപ്പോഴത്തെ കുട്ടികൾ പറയാറുണ്ട്, എന്ത് ഭക്ഷണം കഴിക്കണമെന്ന് ഞാനാണ് തീരുമാനിക്കുന്നത്, എന്ത് വസ്ത്രം ധരിക്കണമെന്ന് ഞാനാണ് തീരുമാനിക്കുന്നത്, അല്ല എന്ത് പറയണമെന്ന് ഞാനാണ്. ഇല്ല, അങ്ങനെ ഒരു അവകാശങ്ങളൊന്നുമില്ല. നമുക്ക് വന്യമൃഗങ്ങളെ വേട്ടയാടി ഭക്ഷണം കഴിക്കാനുള്ള അവകാശമില്ല. ഇല്ല, നമ്മളാരും അത് ചെയ്യാത്തത് കൊണ്ട് നമ്മളത് അറിയുന്നില്ല എന്നുള്ളതാണ്. പക്ഷേ ഈ സ്വാതന്ത്ര്യത്തിന് ഭക്ഷണത്തിൻ്റെ കാര്യത്തിലായാലും വസ്ത്രത്തിൻ്റെ കാര്യത്തിലായാലും അഭിപ്രായ പ്രകടനങ്ങളുടെ കാര്യത്തിലായാലും ഒരു പരിമിതിയുണ്ട്. നമുക്കൊരിക്കലും മറ്റൊരു വ്യക്തിയെ ആക്ഷേപിക്കുന്ന രീതിയിലുള്ള അഭിപ്രായ പ്രകടനങ്ങളോ ആംഗ്യങ്ങളോ ജസ്റ്റേഴ്സോ കാണിക്കാനുള്ള അവകാശമില്ല. അപ്പോൾ സ്വാതന്ത്ര്യത്തെക്കുറിച്ച് ബോധവാന്മാരാകുന്ന ഒരു സമൂഹം ഉണ്ടാവണം. ആ സ്വാതന്ത്ര്യത്തിൻ്റെ പരിധിയിൽ നിന്നുകൊണ്ട് പ്രവർത്തിക്കുന്നവരാവണം. സുനിൽ സാർ പറഞ്ഞതുപോലെ ഒരുപക്ഷെ ലോകത്ത് ഇത്രയും വൈവിധ്യപൂർണമായിട്ടുള്ള ഒരു രാഷ്ട്രം ഭാരതമല്ലാണ്ട് വേറെ രാഷ്ട്രമുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ സംശയമാണ്. കാശ്മീർ മുതൽ കന്യാകുമാരി വരെ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഭൂപ്രകൃതി എൻ്റയർലി ഡിഫറൻ്റ് ആണ്. ഓരോ സ്ഥലത്ത് ചെല്ലുമ്പോഴും ഭാഷ ഓരോ സ്ഥലത്ത് ചെല്ലുമ്പോഴും വ്യത്യസ്തമാണ്. ഭക്ഷണശൈലി ഓരോ സ്ഥലത്ത് ചെല്ലുമ്പോഴും വ്യത്യസ്തമാണ്. ജാതി, മതം, രാഷ്ട്രീയം അങ്ങനെ എല്ലാം വ്യത്യസ്തമാണ്. പക്ഷെ എന്നിട്ടൊന്നും നിലനിൽക്കുന്നു. കാരണം ഞാൻ കഴിഞ്ഞ സ്വാതന്ത്ര്യദിനത്തിലോ മറ്റേ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ ഈ വ്യത്യസ്തതയെ ഒന്നും അഡ്ജസ്റ്റ് ചെയ്യുകയല്ല ചെയ്യുന്നത്. നമ്മളിതിനെയെല്ലാം സെലിബ്രേറ്റ് ചെയ്യുകയാണ്, നമ്മളതിനെ ഉൾക്കൊള്ളുകയാണ് ചെയ്യുന്നത്. നമുക്ക് ഓണം ആഘോഷിക്കാം, ക്രിസ്മസ് ആഘോഷിക്കാം, നബിദിനം ആഘോഷിക്കാം. അപ്പോൾ ഇതിനെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് അവരത് ചെയ്തോട്ടെ എന്ന് കരുതുന്നതിന് പകരം നമ്മളെല്ലാവരും കൂടി ചേർന്ന് ആഘോഷിക്കുന്ന, ഉൾക്കൊള്ളുന്ന, സംശീകരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ്, ഒരു അവസ്ഥയാണ് ഈ രാജ്യത്തുള്ളത്. അതുകൊണ്ടാണ് ഈ വ്യത്യസ്തതകൾക്കിടയിലും ഈ രാജ്യത്തിന് ഒറ്റക്കെട്ടായി നിലനിൽക്കാൻ കഴിയുന്നത്. അപ്പോൾ ഈ സ്വാതന്ത്ര്യം അത് മറ്റൊരാളുടെ സ്വാതന്ത്ര്യത്തെ ഹനിക്കാത്ത രീതിയിൽ നാം വിനിയോഗിക്കാൻ കഴിയണം. സ്വാതന്ത്ര്യം മറ്റെല്ലാവർക്കുമുണ്ട്. 47-ൽ സ്വാതന്ത്ര്യം ലഭിച്ചത് രാഷ്ട്രത്തിനാണ്. രാഷ്ട്രത്തിന് സ്വാതന്ത്ര്യം ലഭിച്ചു എന്നതുകൊണ്ട് പൗരന് സ്വാതന്ത്ര്യം ഉണ്ടാകണമെന്ന് നിർബന്ധമില്ല. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് അടിയന്തരാവസ്ഥ. അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചതും സ്വദേശിയാണ്. അപ്പോൾ ആ സ്വാതന്ത്ര്യം സംരക്ഷിക്കപ്പെടണമെന്നുണ്ടെങ്കിൽ ഭരണഘടനയെക്കുറിച്ച് ബോധ്യമുണ്ടാവണം. ആ ഭരണഘടനയുടെ തത്വങ്ങൾക്ക് വിധേയമായിക്കൊണ്ട് എല്ലാവരും പ്രവർത്തിക്കാൻ തയ്യാറാവണം. എനിക്കുള്ള പോലെ സ്വാതന്ത്ര്യം എൻ്റെ അടുത്തുള്ളയാൾക്കും മറ്റെല്ലാവർക്കും ഉണ്ട് എന്ന് കരുതി എല്ലാവരുടെയും സ്വാതന്ത്ര്യങ്ങൾ സംരക്ഷിക്കുന്ന വിധത്തിൽ നമുക്ക് പ്രവർത്തിക്കാൻ കഴിയണം. എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാതന്ത്ര്യദിന ആശംസകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. ജയ് ഹിന്ദ്. Thank you, sir, for your thought-provoking words. Now we request our dignitaries to join the audience. Transcend all barriers and unite hearts in harmony. We are delighted to have with us the school band from Greece Public School at Ernakulam. Let's give them a spirited welcome. Put your hands together for these young performers. Stand, please. 10.
That was a spectacular performance. Let us applaud the talented students of Greece Public School for their wonderful presentation. A special shout out to the incredible mentors and teachers behind the scenes. Thank you all. Now, we welcome a talented group from our very own CAT family. Please put your hands together for the members of the CAT Advocates Association as they present an inspiring musical tribute to our beloved nation. ജന്മകാരിണി ഭാരതം കർമ്മവേദിനി ഭാരതം ജന്മകാരിണി ഭാരതം കർമ്മവേദിനി ഭാരതം നമ്മളാം ജനകോടിതൻ അമ്മയാകിയ ഭാരതം ജന്മകാരിണി ഭാരതം കർമ്മവേദിനി ഭാരതം തലയിൽ മഞ്ഞണി മാമല ചൂടിയ തങ്കകിരീടവും ഉടലിൽ സസ്യശ്യാമല ശാതുല കോമല കഞ്ചുകവും തലയിൽ മഞ്ഞണി മാമല ചൂടിയ തങ്കകിരീടവും ഉടലിൽ സസ്യശ്യാമല ശാതുല കോമല കഞ്ചുകവും കഴുത്തിൽ നാനാ നദികളിൽ ചാത്തിയ പൊൻമണിമാലകളും കാണുക കാണുക ജന്മഭൂമി കോമളമലമേനി ജന്മകാരിണി ഭാരതം കർമ്മവേദിനി ഭാരതം നാനാഭാഷകളമൃതം പൊഴിയും നാവും പുഞ്ചിരിയും നാനാദേശക്കാരുടെ നാനാവേഷത്തിനൊലിയും നാനാഭാഷകളമൃതം പൊഴിയും നാവും പുഞ്ചിരിയും നാനാദേശക്കാരുടെ നാനാവേഷത്തിനൊലിയും വീരപുരാതന സംസ്കാരത്തിൻ വേരോടും മണ്ണും പാരിൽ ശാന്തി വളർത്തും വൃദ്ധിയും
ജന്മകാരിണി ഭാരതം കർമ്മമേദിനി ഭാരതം നമ്മളാം ജനകോടിതൻ അമ്മയാകിയ ഭാരതം ജന്മകാരിണി ഭാരതം കർമ്മമേദിനി ഭാരതം. ഓടി വിളയാട് പാപ്പ നീയൊഴിക്കലാകാത് പാപ്പ ഓടി വിളയാട് പാപ്പ നീയൊഴിക്കലാകാത് പാപ്പ കൂടി വിളയാട് പാപ്പ ഒരു കുഴந்தை വയ്യാതെ പാപ്പ ഓടി വിളയാട് പാപ്പ നീയൊഴിക്കലാകാത് പാപ്പ சின்ன சிறு குருவி போலே நீ பிரிந்து பறந்து வா பாப்பா சின்ன சிறு குருவி போலே நீ பிரிந்து பறந்து வா பாப்பா வண்ண பறவைகளை கண்டு வண்ண பறவைகளை கண்டு நீ மனதை மகிழ்ச்சி கொடு பாப்பா ஓடி விளையாடு பாப்பா நீயொழிக்கலாகாது பாப்பா காலை எழுந்த உடன் படிப்பு காலை எழுந்த உடன் படிப்பு இந்த கனிவு கொடுக்கும் நல்ல பாட்டு சரிகம பதனி சனித பமகமணி காலை எழுந்த உடன் படிப்பு இந்த கனிவு கொடுக்கும் நல்ல பாட்டு மாலை முழுந்து விளையாடு மாலை முழுந்து விளையாடு என்று வழக்கு படுத்துக் கொள்ளு பாப்பா ஓடி விளையாடு பாப்பா நீ ஒன்றிக்கலாகாது பாப்பா பாடம் செய்பவரை கண்டா நாம் பயம் கொள்ளலாகாது பாப்பா பாடம் செய்தவரை கண்டா நாம் பயம் கொள்ளலாகாது பாப்பா மோதி விடுத்து விட பாப்பா மோதி விடுத்து விட பாப்பா மோதி விடுத்து விட பாப்பா அவன் முகத்தில் விழுந்து விடு பாப்பா ஓடி விளையாடு பாப்பா நீ ஒன்றிக்கலாகாது பாப்பா ஓடி விளையாடு பாப்பா ஒரு குழந்தை வையாடு பாப்பா ஓடி விளையாடு பாப்பா நீ ஒன்றிக்கலாகாது பாப்பா ஓடி விளையாடு பாப்பா நீ ஒன்றிக்கலாகாது பாப்பா. Now please join me in inviting Sri Chandan Dev to grace this occasion with his melodious voice. নমস্কার। ধন ধান্য পুষ্প ভরা আমাদের এই বসুন্ধরা, তাহার মাঝে আছে দেশে সকল দেশের সেরা, ও সে স্বপ্ন দিয়ে তৈরি সে স্মৃতি দিয়ে ঘেরা। এমন দেশটি কোথাও খুঁজে পাবে না কো তুমি, সব
জন্মভূমি, সে যে আমার জন্মভূমি। চন্দ্র সূর্য গ্রহ তারা কোথায় উজ্জ্বল এমন ধারা, কোথায় এমন খেলে তরি এমন কালো মেঘে, ও তার পাখির ডাকে ঘুমিয়ে পড়ি, পাখির ডাকে জেগে। এমন দেশটি কোথাও খুঁজে পাবে না কো তুমি, সকল দেশের রানী সে যে আমার জন্মভূমি, সে যে আমার জন্মভূমি, সে যে আমার জন্মভূমি। ভাইয়ের মায়ের এত স্নেহ কোথায় গেলে পাবে কেহ, ও মা তোমার চরণ দুটি বক্ষে আমার ধরি, ও মা তোমার চরণ দুটি বক্ষে আমার ধরি। আমার এই দেশেতে জন্ম যেন এই দেশেতেই মরি। এমন দেশটি কোথাও খুঁজে পাবে না কো তুমি, সকল দেশের রানী সে যে আমার জন্মভূমি, সে যে আমার জন্মভূমি, সে যে আমার জন্মভূমি। Thank you so much for that wonderful performance. Today's celebrations have been truly elevated by the outstanding performances from PM Shri Kendriya Vidyalaya and Greece Public School Ernakulam. These young artists have not only entertained us, but have honored the spirit of Independence Day through their talent and dedication. At this time, we would like to specially recognize the students of PM Shri Kendriya Vidyalaya for their remarkable contribution. It is now our privilege to invite Honorable Justice Sunil Thomas, our esteemed HOD, to kindly present deserving students with certificates of appreciation. May I request the following students to please come forward. Isha D. Pillai, Aradhya, Ruben, Anne, Srikanda, and their teacher Srimati Smita Ji. Thank you, sir. We would also like to specially recognize the students of these public school colors for their remarkable contribution. I now request Honorable Justice Harikar to kindly present the following students of these public school colors with a certificate of appreciation. Esther Sohi, Zion Ansel, Juan Mitchell,
Joan Vinod Kalathilvan, Nazmi Nazish Hussain, thank you, sir. I now request Honorable Administrative Member Ms. E. Rama Matthews to kindly present the following students of East Public School Ernakulam with the certificate of application. Pranesh S. Aditya Narayanan, Priscilla Naina, Ashika Nizar, Andrea Maria Marquez. Thank you, ma'am. I now request the President of CAT Advocates Association to kindly present the following students of East Public School Ernakulam with the certificate of application. A.V. Shubha, S. Shankar Krishnan, Joel D. Paul, Bankura Ebenezer Anthony, Abhinav Vyas, thank you, ma'am. I now request the Senior Central Government Planning Office, Advocate N. Mandagan, to kindly present the following students of East Public School Ernakulam with a certificate of application. Henry Naufal B.M., Teddy Anthony, and the teacher, Sri Johnny Joe and Srimati Preeti Ji. Thank you so much, sir. Today's celebration stands as a testament to the dedication and hard work of our CAT staff. Their thoughtful planning, tireless efforts, and attention to every detail have made this event truly special. We extend our sincere appreciation to each and every one of them. Our heartfelt thanks also goes to the CAT Advocates Association for their unwavering support, our Saudi Titan team and food service team for their arrangements, and every volunteer and organizer who worked behind the scenes. Let's give them all a well-deserved round of applause. As we draw the celebration to a close, let us remember that Independence Day is more than just a date on the calendar. It is a reminder of our responsibilities as citizens. Today, we celebrate the freedom to learn and grow, the freedom to dream of a brighter tomorrow, the freedom to speak our minds with courage and kindness, and the freedom to build a nation rooted in equality and compassion. I request all dignitaries and attendees to please rise to the national anthem.
With this, we conclude today's celebration. Thank you all for being a part of this memorable occasion. Have a wonderful day. Jai Hind. Now I request everyone to please join us for a group photo before proceeding to breakfast. തന്നാൽ മതി. എല്ലാവരും നേരെ നോക്കി ചിരിച്ചു നിന്ന് സ്മൈൽ നോക്കട്ടെ കൂടെ റെഡി സ്മൈൽ സ്മൈൽ ഓക്കെ താങ്ക് യു. ഇത് വരുന്നില്ലല്ലോ അല്ലേ? ഇത് കുഴപ്പമില്ലല്ലോ ചേട്ടാ, ക്യാമറയിൽ കുഴപ്പമില്ല. അല്ല പണ്ടേ മാറ്റാം. ആരെങ്കിലും വരാനുണ്ടോ? മാം മാം മേഡം 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 മേഡം
സാറേ 2 പേരും ഇങ്ങോട്ട് വരാം. ലേഡീസ് ഇങ്ങോട്ട് വരാം. ലേഡീസ് 2 പേർക്ക് ഇവിടെ വരാം. കാണില്ല. അവിടെ താഴെ ഇറങ്ങി വന്നു. ഇവിടെ ഒന്നും മാമിൻ്റെ പുറകിൽ വന്നു. അവിടെ ഒന്നും. യെസ് സാറെ കാണില്ല. താഴത്തേക്കോ സാറ് കാണില്ല. ഇങ്ങോട്ട് പോരും. ഒരു സ്ഥലമുണ്ട് ഇവിടെ. സാറെ ഇത്തിരി ബാക്കി ഇത്തിരി ഇറങ്ങിയത് ഇവിടെ ഇറങ്ങിയത് ഇവിടെ അവിടെ കയറി മതി ഓക്കെ. എല്ലാവരും നേരെ നോക്കി തിരിച്ചു തന്നെ സ്മൈൽ നോക്കട്ടെ. 1 more റെഡി സ്മൈൽ. താങ്ക് യു. മോൻ താഴെ ഇറങ്ങി മോൻ ഇങ്ങോട്ട് വാ. കാണില്ല മോനെ. ഇറങ്ങിയോ നമ്മളുടെ വാ. സാറേ ഒത്തിരി 3 പേര്. ആ ഓക്കെ റെഡിയല്ല എല്ലാവരും? സാറെ കാണില്ല. നിങ്ങൾ ആ ഓക്കെ റെഡി. സാർ ഇത്തിരി കൂടെ നീങ്ങും. ആ മതി. ആ സാറിന് ഇപ്പോൾ വന്ന് സാറിൻ്റെ ഫ്രണ്ട് കയറ്റി എന്താവും? സാർ കയറി നിൽക്കും. ആ മതി. ആ റെഡി. എല്ലാവരും നേരെ നോക്കി. അമ്മോ തിരിച്ചു തന്നെ സ്മൈൽ. കൊണ്ടിട്ട് 2 പടം കൊണ്ട് എടുത്തോട്ടെ. നേരെ നോക്കിയാൽ ചിരിച്ചു തന്നെ